കഴിച്ചു നോക്കൂ. എന്തതിന്റെ അവരെല്ലാരും ഇവിടെ പോയത് ഇപ്പൊ അറിയാൻ ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഹൽവയുടെ വീഡിയോ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, ഉറപ്പാ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷാണ്. പാസ്ത കൊണ്ട് ഞാൻ ഓൾറെഡി പാസ്ത കൊണ്ട് ചിക്കൻ്റെ ഒരു ഡിഷ് ഇട്ടിട്ടുണ്ട്. ഇന്ന് വെജിറ്റേറിയൻകാർക്ക് സ്പെഷ്യലായിട്ട്, കാരണം നോൺ വെജും ഇടുന്നതിൻ്റെ ഇടയ്ക്ക് വെജിറ്റേറിയൻ കാര്യം പരിഗണിക്കണമല്ലോ, എൻ്റെ ഒരു കടമയല്ലേ ഇത്. അപ്പോൾ നമ്മുടെ വെജിറ്റേറിയൻകാർക്ക് വേണ്ടി നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാണുമ്പം വിചാരിക്കും അയ്യോ ഇത് ഭയങ്കര സംഭവമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ല. ഇതിൽ ഇറ്റാലിയൻ ഡിഷ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേണ്ട ഇറ്റാലിയൻ ഹെർബ്സ്, ഒറിഗാനോ ഇതൊക്കെ വേണം. അതൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ ഉണ്ടാക്കിയേക്കുന്നത്. അതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യണം. അതില്ലാതെയും സംഭവം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പാസ്ത വേണം. ഞാനിവിടെ പെണ്ണെ പാസ്ത എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതായത് പല ഡിസൈനിലുള്ളത് വരുന്നുണ്ട്, പല ഷേപ്പിലുള്ളത് വരുന്നുണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതാ എടുത്തിരിക്കുന്നത്. നമുക്ക് പാസ്ത ഞാനിവിടെ 2 കപ്പാണ് എടുക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ പാസ്ത വേവിക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചു. അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന്, പാസ്തയിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാസ്തയിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം അല്പം കൂടുതൽ തന്നെ വെച്ചോണേ. ഇനി ഇതൊരു 75-80% വേവണം. ഓവറായിട്ടൊന്ന് വെന്ത് പോവരുത്. അത് നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. നമുക്ക് കടിച്ചു തിന്നാൻ പരുവത്തിന് വെന്താൽ മതി. അപ്പം പാസ്തയുടെ കവറിൽ അത് വേവാൻ കൊടുത്തിരിക്കുന്ന സമയം 11 മിനിറ്റ് ആണ്. ഇപ്പൊ അതാ ഒരു 9 മിനിറ്റ് കഴിഞ്ഞു. വേവ് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കടിച്ചു നോക്കുമ്പോൾ ദേ കണ്ടോ, ഇതുപോലെ വെള്ളയും കണ്ടോ, സൈഡിലൊരു വെള്ളം കാണുന്നേ, അതാണ് വെന്തതിന്റെ കറക്റ്റ് പരുവം. ഇത്രയും വെന്താൽ മതി. ഇത് നമുക്ക് കടിച്ചു കഴിക്കാൻ നല്ല പരുവമാണ്. വെന്തിട്ടുണ്ട്, അത് മതി. ഞാൻ ഓഫ് ചെയ്യുക. വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് സാധാ വെള്ളത്തിലൂടെ ഒന്ന് കഴുകിയെടുക്കണം. നമ്മൾ ന്യൂഡിൽസിന്റെ വീഡിയോ കണ്ടിട്ടില്ലേ, ന്യൂഡിൽസ് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തത്, അതുപോലെ ഇത് കഴുകിയ ശേഷം നന്നായിട്ട് ഒന്നുകൂടി തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് കണ്ണോപ്പയ്ക്കകത്ത് വെള്ളം മാലാനായിട്ട് വെക്കാം. അപ്പൊ ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. വൈറ്റ് സോസിലാണ് ഇത് ചെയ്യുന്നത്. അതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ ബട്ടർ തന്നെ വേണേ. യാതൊരു കാരണവശാലും ബട്ടർ അങ്ങ് ഒത്തിരി ബ്രൗൺ ആയി പോവരുത്, അതായത് കളറ് ഒത്തിരി മാറിപ്പോവരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ സോസിന്റെ കളറും മാറും. ചെറുതീയില് ഒന്ന് ഉരുക്കാം. തീ കൂട്ടിയിട്ട് ഉരുകാനായിട്ട് ഇട്ടാല് അതിന്റെ കളറ് മാറുമേ, കറുത്ത കളർ വരും. അപ്പം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണേ. എക്സ്പീരിയൻസ് ഉള്ളവർ ക്ഷമിക്കണേ. ഇതേ കണ്ടോ, ഉരുകി കളർ ഒട്ടും മാറിയിട്ടില്ല. അപ്പൊ തന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ. എത്രയും ബട്ടർ എടുക്കുന്നോ അത്രയും സെയിം മൈദയും വേണം. അപ്പൊ ഇത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് റെഡിയാക്കണം. ഞാനിപ്പോ 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തു, 3 ടേബിൾ സ്പൂൺ മൈദയും എടുത്തു. അപ്പൊ ഈ മൈദയും ബട്ടറും ഒക്കെ ആയിട്ട് നല്ലൊരു മണം വരും. ലേശം തീ കൂട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം ഏറ്റവും കുറച്ചായിട്ടിരുന്നേ. മൈദയുടെ കളറ് മാറി നന്നായിട്ട് അതിൽ നിന്ന് തെളിയാൻ തുടങ്ങി. കണ്ടോ, ഇതാണ് പരുവം. ഇനി തീ അല്പം കുറയ്ക്കാം. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ കാച്ചി വെച്ച പാലാണ് യൂസ് ചെയ്യുന്നത്. ഇത് 1/2 ലിറ്റർ പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കട്ടി അനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാം. കട്ട കെട്ടാതെ നന്നായിട്ട് ക്രീം ആക്കണം. അപ്പം പാൽ ഒഴിക്കുന്ന ഉടനെ അയ്യോ കട്ടയായിന്ന് പേടിക്കേണ്ട. അതിങ്ങനെ ഇളക്കി ഇളക്കി നല്ല പരുവമാവും. കണ്ടോ, ലൂസായി വരുന്നേ. അപ്പം അത് ലൂസ് ആവുന്നതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. മിക്കവാറും 1/2 ലിറ്റർ പാല് വേണ്ടി വരും. ഇനി കുറച്ചുകൂടെ ഉള്ളു ബാക്കി. ഇതാ നല്ല പരുവമായിട്ടുണ്ട്. കണ്ടിന്യൂസ് ഇളക്കി ഇങ്ങനെ റെഡിയാക്കിയാൽ മതി. ഇപ്പൊ ഒന്ന് തൊട്ട് നോക്കുമ്പോഴേ നല്ല ടേസ്റ്റാ ക്രീമിന്. പാല് ഞാൻ മൊത്തം ഒഴിച്ചിട്ടില്ല. ഇത് ഇത്രയും ബാക്കിയുണ്ട്. പാൽ ഏകദേശം 3/4 ഗ്ലാസോളം ബാക്കിയുണ്ട്. അത് നമുക്ക് പിന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ക്രീം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ക്രീം കട്ടിയായാല് ബാക്കി പാലൊഴിച്ച് നമുക്കൊന്നുകൂടെ ലൂസാക്കാം. അപ്പൊ ഞാൻ ഇനി ഈ ക്രീമിലേക്ക് ചേർക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് കുരുമുളകിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുരുമുളക് ചേർക്കാം. ഞാൻ കുരുമുളകും കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ വറ്റൽ മുളക് ഒന്ന് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ടേ.
അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് ചേർത്താൽ മതി, അല്ലെ പ്ലെയിൻ സോസ് ആയിട്ട് എടുക്കാം. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണം ഇടുന്നതാണ് ടേസ്റ്റ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ആദ്യം നമുക്ക് സവാള ഒന്ന് അരിയാം. ചെറിയൊരു സവാളയാണേ. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. ഇത് നമുക്ക് അധികം തിളയ്ക്കാത്ത സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനും മാരിനേറ്റ് ചെയ്യാനും, ഞാൻ ഈ പറഞ്ഞ കണക്ക് അധികം തിളപ്പിക്കാത്ത സാധനങ്ങളുണ്ടല്ലോ, ഈ പാസ്ത, ന്യൂഡിൽസ്, ഇതിനൊക്കെ ഒഴിക്കാൻ നല്ലതാണ് ഈ ഓയിൽ. അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റാലിയൻ ആണല്ലോ, അതുകൊണ്ട് ഒന്നുകിൽ ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. പേസ്റ്റ് യാതൊരു കാരണവശാലും ചേർക്കല്ലേ, ഇങ്ങനെ തന്നെ ചേർക്കണം. അപ്പോൾ വെളുത്തുള്ളി നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ഒരു സവാള, വലുതാണെങ്കിൽ അരമുറി മതി. ഇതിൽ നിങ്ങൾ ചിക്കൻ ഇടാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഈ സവാള ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. അതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ട് ചിക്കൻ വെന്ത ശേഷം ബാക്കി കാര്യങ്ങൾ ചേർത്താൽ മതിയേ. ഞാൻ ഓൾറെഡി ചിക്കൻ്റെ ഒരു പാസ്ത ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത് തീർത്തും വെജിറ്റേറിയൻ ആണേ. സവാള ഒന്ന് കളർ മാറി, കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഓൾറെഡി നമ്മുടെ ക്രീമിന് എരി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം, അതിനുശേഷം ഇതിടാവൂ. ഇനി ചേർക്കുന്നത് ഒരു ക്യാപ്സിക്കം. നിങ്ങൾക്ക് ഇതിൽ ക്യാരറ്റ് ചേർക്കാം, ബീൻസ് വേണമെങ്കിൽ ചേർക്കാം, മഷ്റൂം ചേർക്കാം. ഇതൊന്ന് വഴളട്ടെ. പാസ്തയ്ക്ക് ഓൾറെഡി നല്ല ഉപ്പുണ്ട്. വെജിറ്റബിൾസിന് ലേശം ഉപ്പിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. അപ്പൊ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. ശേഷം ടൊമാറ്റോ സോസ് ഓപ്ഷണലാണേ. അപ്പൊ പാസ്ത വേവിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. യാതൊരു കാരണവശാലും ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയി പോകല്ലേ. ഇപ്പൊ എന്തേ നമ്മുടെ ക്രീം കണ്ടോ, ഈ പരുവമായി. ലേശം പാലൊഴിച്ച് ഒന്ന് ലൂസാക്കാം. ഇനി നമുക്ക് ഈ ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അത്യാവശ്യം ഇത്രയും ക്രീം നമുക്ക് വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടും കോട്ടിങ് കാണത്തില്ല. അപ്പൊ നമ്മൾ ക്രീം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസ് ഉണ്ടല്ലോ, ചീസ് ഗ്രേറ്റ് ചെയ്തിടാം, അത് നല്ലതാണ്. ഗ്രേറ്റ് ചെയ്തിടുന്നില്ലെന്നുണ്ടെങ്കിൽ ഷീറ്റ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ഇടാം. ഇവിടെ അപ്പം ജോസാന് ചീസിനോട് അത്ര താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അത് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ലാസ്റ്റിൽ ആ ചീസ് കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചീസിന്റെ ഷീറ്റ് ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റാക്കി ഓഫ് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ എരിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകോ ചില്ലി ഫ്ലേക്സോ ഇട്ട് കൊടുക്കാം. ലേശം കുരുമുളകും ചില്ലി ഫ്ലേക്സും രണ്ടും ചേർക്കുന്നുണ്ട് ഞാൻ. കുറച്ചുകൂടി ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതിയേ. അപ്പൊ ഇതിൽ ഒറിഗാനോ, ഇറ്റാലിയൻ ഹെർബ്സ് ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്നുമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഒരെണ്ണമാണ് ഞാനിപ്പോ കാണിച്ചത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ടേസ്റ്റ് നോക്കുകയാണെ. എന്തതിന്റെ വിസിലാണെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്താന്ന് എനിക്കറിയാം. ചീസ് കൂടി ഇട്ടാണെങ്കിൽ കുറെ കൂടി ടേസ്റ്റ് കിട്ടി. ഇനി ജോസന് ചീസ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ചീസ് ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് തന്നെ ചെയ്യണേ. ഇല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനതാണ് പറഞ്ഞ, ഈ പാസ്ത അധികം വേവാതെ ഇത്രേ വേവാവൂ, അതാണ് നമുക്ക് കടിച്ച് തിന്നാൻ നല്ലത്. അപ്പൊ പാസ്ത കൊണ്ട് ധാരാളം വെറൈറ്റി ഡിഷുകൾ ഉണ്ടാക്കാം. ഞാൻ ഇടാമേ, ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. പാസ്തയ്ക്ക് പുതിയ പര്യായ പദം ജോസ് ജോയ് വക ഊത്ത്, വിസില്, എന്തൊക്കെയാണോ എന്തോ. നല്ല ഒന്നാന്തര ഇറ്റാലിയൻ ഡിഷിന് ഊത്ത്, വിസില്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ട്രൈ ചെയ്തിട്ട് കമന്റ് ഇടാൻ മറക്കല്ലേ. എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ബൈ, ഗോഡ് ബ്ലസ് യു. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ഉണ്ട്, പഴയതായിട്ട് കുറെ ആൾക്കാർ, ഒരു 6,90,000 അവരെല്ലാരും ഇവിടെ പോയത് ഇപ്പൊ അറിയാൻ പറ്റും. അവര് കുറച്ചുപേരെ കാണുന്നില്ല ഇപ്പൊ.
പുതിയ ആൾക്കാർ വരുന്നോണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പഴയ ആൾക്കാർ കുറെ പേര് എവിടെ ഒക്കെയോ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തതിൽ വെറും 23% പേര് മാത്രമേ ഓൾ ഓപ്ഷൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ആരും ചെയ്തിട്ടില്ല. ആ 23% പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു. പിന്നെ അവർക്ക് വളരെ നന്ദി. സ്ഥിരമായിട്ട് കാണുന്ന കറക്റ്റ് 7 മണിയാവുമ്പോൾ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കുന്നവരുണ്ട്. പുതിയ ഡിഷുമായി വീണ്ടും കാണാം. പുതിയ ഡിഷ് ഉണ്ട്, ക്രിസ്മസിന്റെ ഏതാണ്ടൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാം ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒന്ന് തന്നു വിടാം. അത് നീ പറയണോ എന്തോ സാധനമുണ്ട്. അപ്പൊ ചൂടോടെ കഴിക്കണം. അതാ ഞാൻ അന്നേരേ എടുത്ത് പാത്രത്തിലാക്കി കൊടുത്തു വിടാനുള്ളത്. ഈ കുഴൽ എന്തുവെന്ന് ജോസാൻ നല്ലൊരു സാധനത്തിനിട്ട പേരാണ് കുഴല്, ഊത്ത്. ഈ കുഴൽ എന്തുവെന്ന് പറയാമോ? ഇത് മറ്റേ ആ കുഴലല്ല ഇത്. ഞാൻ ആദ്യം നിങ്ങളെ രണ്ടുപേരെയും വിളിക്കാം. അന്നേരം സുസമാമ പ്രാർത്ഥിക്കുന്ന പാട്ട് കേട്ട് ഞാൻ. അപ്പൊ സെഫിന് ഇപ്പോഴേ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോഴേ ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ അങ്ങ് തന്നുവിടാവുന്നു. എളുപ്പമാണ്. വളരെ എളുപ്പം, വളരെ എളുപ്പം.